ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മീ കുക്ക് ബോയ്. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹാർഡ് കോർ സീരീസ് എപ്പിസോഡ് 3 ആണിത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ടാസ്കുകളുണ്ട്. ടാസ്ക് നമ്പർ 1 ഇൻറ്റീരിയർ വർക്ക്, ടാസ്ക് നമ്പർ 2 ടാസ്ക് ഹൗസ്, ടാസ്ക് നമ്പർ 3 അയൺ ഹാർമർ ആണ്. സോ ഞാൻ വിവരിച്ചു തരാം. ഇൻറ്റീരിയർ വർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാർട്ടർ ബേസിൻ്റെ ഇൻറ്റീരിയർ വർക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ടാസ്ക് നമ്പർ 2 എന്ന് പറയുമ്പോൾ ടാസ്ക് ഹൗസ്, നമ്മൾ ചെയ്യാൻ പോകുന്ന ടാസ്കുകൾ ഓരോരോമായിട്ട് എഴുതി വെക്കാനായിട്ടൊരു ബിൽഡ്. ആൻഡ് ടാസ്ക് നമ്പർ 3 അയൺ ആർമർ, നമ്മൾ അയൺ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് ആർമർ ഉണ്ടാക്കുക. അതാണ് ഞാൻ ലാസ്റ്റ് വെച്ചേക്കണം. ഓക്കെ. ആൻഡ് എല്ലാ എപ്പിസോഡിലുള്ള പോലെ സർവൈവ് എന്നുള്ള ടാസ്കും കൂടിയുണ്ട്. യെസ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. സോ ടുഡേസ് പ്ലാൻ എന്ന് വെച്ചാൽ അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കുറച്ച് വുഡ് കട്ട് ചെയ്യാനുണ്ട്. സോ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യണം. ആൻഡ് ബേസ് ഇൻറ്റീരിയർ വർക്ക്, പിന്നെ മൈനിങ് എന്നില്ല, നമ്മൾ വുഡ് കട്ട് ചെയ്യാനുണ്ട്, കുറച്ച് ഗ്രൈൻഡിങ്ങും അങ്ങനത്തെ പരിപാടികളും കുറച്ചാണ്. ഗ്രൈൻഡിങ് ഞാൻ അടിച്ചു തരാം. ബാക്കി ടാസ്ക് ഹൗസ്. ഓക്കെ, സീറ്റ് കഴിക്കാൻ ഗ്രൈൻഡേഴ്സ് ക്യാപ് പ്രയുക്കാം ബിയോലികാല ഡൂസ്റ്റർ പറ കുഴി 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 നോന്നാട്ട കല്ലൂടിക്കോ ഈ ലോകം ചുറ്റാൻ പല വഴി മട്ടൻ ഗോൾഡൻ ക്യാരറ്റ് സ്റ്റല്ലെങ്കിൽ നീ ഫിഷ് കഴിക്കാൻ ഗ്രൈൻഡേഴ്സ് ക്യാപ് പ്രയുക്കാൻ ബി ബേസിക്കലി ബ്രോ ആകാൻ നിന്നെ കൊണ്ട് പല വഴി യു ക്യാൻ ബി എ ബിൽഡർ ഓർ എ മാസ്റ്റർ ഇൻ PvP സ്പീഡ് റണ്ണർ or be a slow walker baby the only limit is your own creativity just start playing and you will see മുന്നോട്ട് പോകാനുള്ള പല പല വഴി just start playing and you will see മുന്നോട്ട് പോകാനുള്ള പല 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 like you Minecraft god ആകാനുണ്ടോ കുറുകു വഴി MC ഗാരിഡേ meet my buddy സുധി anyway be a ഗാരിഡേ. സോ ഗൈസ്, ഇൻറ്റീരിയർ വർക്ക് ചെയ്യാനുള്ള വുഡൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് ഇനി ഇൻറ്റീരിയർ വർക്ക് സെറ്റ് ചെയ്യണം. ഞാൻ വുഡ് കട്ട് ചെയ്തത് ഇൻറ്റീരിയർ വർക്കിന് മാത്രമായിട്ടല്ല, നമ്മുടെ ടാസ്ക് ഹൗസ് അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ വുഡ് കട്ട് ചെയ്തത്. നമ്മൾ കുറച്ച് സ്പ്രൂസൊക്കെ നട്ട് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ വില്ലേജ് കണ്ടുപിടിച്ചപ്പോൾ സൈഡിൽ കണ്ടുപിടിച്ച സ്പ്രൂസ് സാപ്ലിംഗ് ഉണ്ടായി. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ഒരു സ്പ്രൂസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ചെസ്റ്റുകൾ, ഒരു ചെറിയ സ്റ്റോറേജ് റൂമായിട്ട് ഇവിടെ വയ്ക്കാനാണ്. സോ നമ്മളിങ്ങനെ ചെസ്റ്റ് ഡബിൾ ചെസ്റ്റ് ആയിട്ട് ഇങ്ങനെ വയ്ക്കാം, ലൈക്ക് സൈഡ് വൈസ്. ആൻഡ് ദെൻ വി ഷുഡ് ലൈക്ക് ത്രീ ലെയർ ആണ് നമ്മൾ ചെസ്റ്റ് വയ്ക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ചെസ്റ്റ് ഉണ്ടാകാണ്ട് നമുക്ക് കുറച്ച് പ്ലാൻസ് സെറ്റ് ആക്കാം. അപ്പോൾ പ്ലാൻസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ ചെസ്റ്റ് ആക്കാം. ഓക്കെ, ചെസ്റ്റ്. ഓക്കെ, അതിനാ ചെസ്റ്റ് എവിടെ ഉണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റ് എടുക്കാം. ഇവിടെ വയ്ക്കാം, അവിടെ ആയിട്ട് 3 ലെയർ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ 3 ലെയർ 3 സൈഡായിട്ട് വെക്കാൻ പോണത്. സോ ഇങ്ങനെയായിട്ട് വെക്കാം. പിന്നെ ഇവിടെ അത് ഓപ്പണായി. ഇതെന്താ ഇങ്ങനെ? നമുക്ക് എടുക്കാം, അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ വയ്ക്കാം. ഇങ്ങനെ സ്വിഫ്റ്റ് ആക്കിയിട്ട് ഇവിടെ. ഓക്കെ, അപ്പം നമുക്ക് ഇനി കുറച്ചും കൂടി ചെസ്റ്റ് ആവശ്യമുണ്ട്. സോ കയറുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നോ ഇഷ്യൂസ്. നമുക്ക് കുറച്ച് പ്ലാൻസ് എടുത്തിട്ട് പിന്നെയും കുറച്ചും കൂടി ചെസ്റ്റ് സെറ്റ് ആക്കാം. സോ പ്ലാൻസ് ആക്കാം കുറച്ചും കൂടി. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ചെസ്റ്റ് ആക്കണം. ചെസ്റ്റ് ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് ഇവിടെ ആയിട്ട് ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഈ സൈഡാണ് ഇനി വയ്ക്കാനുള്ളത്. ഇങ്ങനെ വയ്ക്കാം. ഓക്കെ. സോ ഇനി നമുക്ക് കുറച്ച് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. ഇൻറ്റീരിയറിന് കുറച്ച് വലിയ പരിപാടിയൊന്നുമല്ല, നമ്മുടെ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ്. നമുക്ക് ബെഡൊന്ന് തിരിച്ചു വെക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ. സോ അത് നമുക്ക് നോക്കാം. ഇങ്ങനെ ജസ്റ്റ് നോക്കാം ഫസ്റ്റ്, എന്നിട്ട് നമുക്ക് വെച്ച് നോക്കാം. ഇത് ഇങ്ങനെ എടുക്കാം. നമ്മുടെ ഈ ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ കൈ കൊണ്ട് ഇതാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി ഓക്കെ സെറ്റ്. അതുപോലെ നമുക്ക് ഇനി ഇത് നെക്കാൻ വിട്ടു കേട്ടോ. ഓക്കെ, സെറ്റ്. ഇനി ഇവിടെ സൈഡിലായിട്ട് ഒരെണ്ണം വെക്കണം. ഒരു ലെയറും കൂടി സൈഡിൽ ഒരെണ്ണം കൂടി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റോറേജ് സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് വലുതായിട്ട് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വെക്കണം. ഇനി നമ്മുടെ ചെസ്റ്റിൽ നിന്നും പുറത്ത് വെച്ച ചെസ്റ്റിൽ നിന്നൊക്കെ സാധനങ്ങൾ എടുക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് ബെഡ് നമുക്ക് സൈഡിലേക്ക് ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ ഫർണസ് അങ്ങ് എടുക്കാം. എന്നിട്ട് ഫർണസ് നമുക്ക് ഇവിടെയായിട്ട് വയ്ക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ വേണ്ട. ഇവിടെ ഒരു സൂല. സോ നമുക്ക് ഇപ്പുറത്തെ സൈഡായിട്ട് വയ്ക്കാം. ഓക്കെ, ഇത് കുഴപ്പമില്ല. നമ്മുടെ വീട് ചെറുതായത് കൊണ്ട് വലിയ സാധനങ്ങൾ വെക്കാൻ പറ്റില്ല. എന്നിട്ട് ഇത് നമുക്ക് ഫുഡും കോളും വെക്കാനായിട്ട് ഈ ചെസ്റ്റ് സിമെട്രിക് ആയിട്ട് വെക്കണമെങ്കിൽ ഡബിൾ ചെസ്റ്റ് ആക്കാൻ പറ്റില്ല. സോ
ഒന്നില്ലെങ്കിൽ നമുക്ക് മേളിലായിട്ട് ഇങ്ങനെ വെക്കണം, അല്ലെങ്കിൽ പിന്നെ അവിടെ ഇങ്ങനെ തന്നെ വെച്ചേക്കാം. ഓക്കെ, അത് നല്ലത്. ഇനി നമുക്ക് കുറച്ച് അയേൺ ഉണ്ട്. അയേൺ നമുക്ക് ഒരു ജസ്റ്റ് നമുക്ക് ഓർസ് ഒക്കെ ആയിട്ട് വയ്ക്കാം. സോ കോളും കോപ്പറൊക്കെ ആയിട്ട് നമുക്ക് അവിടെ വെച്ചേക്കാം. സോ ഇനി നമുക്ക് ഫുഡ് ഐറ്റംസ് ഈ ചെസ്റ്റിലേക്കൊക്കെ വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് വുഡും സാധനങ്ങളെല്ലാം നാച്ചുറൽ സാധനങ്ങളിലേക്ക്, ലീവ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രദേശത്തിലും ഈ ചെസ്റ്റിൽ വുഡും സാപ്ലിങ്ങും പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഈ ചെസ്റ്റിൽ വെക്കാം. ആൻഡ് നമുക്ക് ഈ ചെസ്റ്റിൽ നമുക്ക് അത് വെക്കാം. ഓക്കെ, സെറ്റ്. ഇനി ഈ ചെസ്റ്റ് നമുക്ക് പൊട്ടിച്ചെടുക്കാം. സോ പൊട്ടിച്ച് ഓക്കെ, ഈ സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങ് എടുത്തേക്കാൻ. വന്നിട്ട് നമുക്ക് ഈ ചെസ്റ്റിലേക്ക് വൂളും ലൈക്ക് നാച്ചുറൽ ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക്, ലീവ്സ് അതൊക്കെ നമുക്ക് ഫ്ലവർ അതൊക്കെ നമുക്ക് ഇതിലേക്ക് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ആൻറ്റിസൈറ്റ് എടുത്തേക്കാം. ആൻറ്റിസൈറ്റ് ഇവിടെ ആക്കിയിട്ടുണ്ട്. നമുക്ക് സ്റ്റോണിൻ്റെ ചെസ്റ്റിലാണ് വെക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഈ അയണിൻ്റെ ഇങ്കട്ടും പിന്നെ ഓക്കെ അത്രേ ഉള്ളൂ. ആൻഡ് ഇതിലേക്ക് നമുക്ക് ആൻറ്റിസൈറ്റും ഡയറൈറ്റ് എടുത്ത് വെച്ചേക്കാം. ആൻഡ് ഓക്കെ, ഇതിലേക്ക് നമുക്ക് ഫെദർ ഓക്കെ ഇനി വൂള് കയറ്റി വെച്ചേക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫുഡും സാധനങ്ങളൊക്കെ അങ്ങോട്ട് കയറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. സോ ഇനി ഈ ജസ്റ്റിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ തന്നെ ഇരുന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു കറക്റ്റ്. അതും മതി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഓക്കെ, എല്ലാം സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇനി നമുക്ക് ഇതവിടെ എടുത്ത് വെച്ചേക്കാം. ടൂൾസും സാധനങ്ങളൊക്കെ സ്റ്റിക്കും അത് നമുക്ക് അവിടെ എടുത്ത് വെച്ചേക്കാം. പിന്നെ ജസ്റ്റ് ഒരെണ്ണം വുഡിൻ്റെ പെട്ടിയിലേക്ക് ആക്കാം. ഓക്കെ, ആൻഡ് നമുക്ക് ഈ റോട്ടൺ ഫ്ലാഷും ഈ ഫെദറും കൊടുത്ത് ഈ ചെസ്റ്റിലേക്ക് എടുത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. നമുക്ക് നേരെ പുറത്തേക്ക്. ഇനിയിപ്പോൾ ഇവിടെ വലിയ പരിപാടി ഇല്ല. ആൻഡ് അതിന് മുമ്പ് നമുക്കൊരു ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഫർണസ് ഓക്കെ സെറ്റാണെന്ന് വിചാരിക്കുന്നു അല്ലേ? ഓക്കെ, ജസ്റ്റ് എല്ലാം ഓക്കെ ആണ്. നമുക്ക് വൂളില്ല, ഒരു വൂൾ നമുക്ക് വേണം. സോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പോയിട്ടൊരു ആക്സ് ഉണ്ടാക്കണം. ആക്സിൽ നമുക്ക് കുറച്ച് വീറ്റ് വേണം. സോ നമുക്ക് ഈ ഹേബേൽ എടുത്തിട്ട് വീറ്റ് ആക്കാൻ ഒരെണ്ണം. സോ നമുക്ക് ഫുഡ് എടുത്ത് ബ്രീഡ് ചെയ്യിപ്പിക്കാനായിട്ട് ഈസി ആവും. ഒരെണ്ണം മതി. ഇപ്പോൾ ഇവിടെ എടുത്ത് വെച്ചേക്കാം ഒരു സിമിട്രിക്കിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതങ്ങ് എടുക്കാം. എടുത്തേക്കാം. എന്നിട്ട് ഇവിടെ വെച്ചേക്കാം. ഓക്കെ, ഒരു ഏകദേശം സിമിട്രിക്ക് ലുക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ. സോ ഇനി നമുക്ക് ഇത് വീറ്റ് ആക്കിയിട്ട് നമുക്ക് ഇതിനെ ഫുഡ് കൊടുക്കാം, എടുത്തിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഒരെണ്ണത്തിന് അങ്ങ് തട്ടാം. ഓക്കെ, നമുക്ക് വൂളിൻ്റെ ആവശ്യമുണ്ട്. സോ ഓക്കെ ഡൺ. അപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. കൗവിനെയും കൂടി കുറച്ച് കൊടുത്തേക്കാം എന്തായാലും, അതും ബ്രീഡാവട്ടെ. നമുക്ക് ഫുഡിൻ്റെ ആവശ്യത്തിനായിട്ട് വേണം. ഓക്കെ, ഇനി നമുക്ക് ചെസ്റ്റ് എടുക്കണം. ചെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇവിടെ ആയിട്ട് വെക്കാം. ഇതങ്ങ് എടുക്കാം. വന്നിട്ട് ഇവിടെ ചെസ്റ്റ് വെക്കാം. ഓക്കെ, ഇതും കൂടി നമുക്ക് അങ്ങ് വീറ്റ് ആക്കി നമുക്ക് ഈ ബ്രീഡ് ചെയ്യിപ്പിക്കാനുള്ള വീറ്റ് നമുക്ക് ഇവിടെ എടുത്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാമല്ലോ. അപ്പം നമുക്കൊരു ഷീപ്പിനെ കൊല്ലാൻ പോകും. നമ്മുടെ അതിൽ ആക്സ് എടുക്കാൻ വിട്ടുപോയി. നമുക്ക് കൈ വെച്ച് തൽക്കാലത്തേക്ക് കൊല്ലാം. ഓക്കെ, സോ ഇവിടെ ഓക്കെ അത് ഡെഡായിട്ട് നമുക്ക് വൂള് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് കാർപ്പറ്റ് ഉണ്ടാക്കണം. നമുക്ക് ബെഡിൻ്റെ സൈഡിലായിട്ട് വെക്കാനായിട്ട് ഒരു കാർപ്പറ്റ് വേണം. സോ രണ്ടെണ്ണം മതിയായിരുന്നു അല്ലേ? നമ്മുടെ ഈ ഉണ്ടായിരുന്ന കേസ് അത് ഞാൻ കണ്ടില്ല. എന്തായാലും അവിടെ ഇട്ടിരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ അവിടെ വേണ്ട, ആ രണ്ടെണ്ണം മതി. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ട് വേണ്ട, നമുക്ക് എൻട്രൻസിൽ കൊടുക്കാം. ഇവിടെ ആയിട്ട് കൊടുത്തേക്കാം. ഇവിടെ അല്ലല്ലോ, ഇവിടെ. ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് അവിടെ വെച്ചേക്കാം.
ഇനി നമുക്ക് നേരെ വന്ന് സ്ലീപ്പ് ചെയ്യാനും എല്ലാം സ്ലീപ്പ് ചെയ്യുമ്പോൾ കാലൊക്കെ തുടച്ചിട്ട് സ്ലീപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പോൾ സെറ്റായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒന്ന് ഉറങ്ങാം. അപ്പോൾ നമ്മുടെ ടാസ്ക് നമ്പർ 1 ഏകദേശം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനങ്ങളും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി കംപ്ലീറ്റഡ് ആവും. ഓക്കെ സോ ഈ ചെസ്റ്റും കൂടി നമുക്ക് അങ്ങ് എടുത്തേക്കാം. ഈ ചെസ്റ്റിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. സോ നമുക്ക് ഈ ചെസ്റ്റ് അങ്ങ് എടുത്തേക്കാം. എന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് വെച്ചേക്കാം. ഓക്കെ സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് കയറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ വെക്കാനായിട്ട് നമുക്ക് വൂളുണ്ട്, കുറച്ച് ഡേർട്ടും ഉണ്ട്. ഡേർട്ടൊക്കെ കൊടുത്തേക്കാം, അതൊക്കെ നാച്ചുറലാണ്. സോ നമുക്ക് ആ ചെസ്റ്റിൽ വെക്കാം. ആൻഡ് നമുക്ക് സ്റ്റേഴ്സൊക്കെ അവിടെ വെച്ചേക്കാം, ഗ്ലാസും അവിടെ വെച്ചേക്കാം. ഓക്കെ അപ്പം ഫുഡും ബാക്കിയുള്ളത് അവിടെ തന്നെ കയറ്റി വെച്ചേക്കാം. ഓക്കെ സെറ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നില്ല. സോ ഇനി നമുക്ക് ഓക്കെ കുറച്ച് സ്റ്റോൺ വേണം. ഫസ്റ്റ് നമുക്ക് ആക്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇനി കുറച്ചുകൂടി വുഡ് ഗ്രൈൻഡ് ചെയ്യാണ്ട്. സോ നമുക്ക് ആക്സ് ഉണ്ടാക്കണം. സോ നമുക്ക് ബാക്കി കോപ്പർ സ്റ്റോൺ എടുത്ത് വെച്ചേക്കാം. എന്നിട്ട് നമുക്കൊരു ആക്സും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഷവലും കൂടെ. ഓക്കെ അപ്പോൾ എല്ലാം ആയിട്ടുണ്ട് വിചാരിക്കുന്നു. ഇനി ഒരു ഹോയും കൂടെ ഫുൾ സെറ്റ് ടൂൾസ് ആയിട്ടുണ്ട്. നമുക്ക് സ്വോർഡ് വേണ്ട, നമുക്ക് ആക്സ് കൂടി അതിന് പകരം. ഓക്കെ നമുക്ക് ചെസ്റ്റ് അതിലേക്ക് എടുത്ത് വെച്ചേക്കാം. സോ നമ്മൾ ഗ്രൈൻഡ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ടാസ്ക് ഹൗസ് ബിൽഡാണ് ഇനി ഉള്ളത്. സോ ടാസ്ക് ഹൗസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ റീപ്ലേ മോഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉണ്ടാക്കിയതിൻ്റെ റീപ്ലേ മോഡില്ല, ബട്ട് ഞാൻ ബിൽഡിൻ്റെ ഓവറോൾ റീപ്ലേ മോഡ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ സോ അത് കണ്ടിട്ട് വാ. ഓക്കെ വലിച്ചതാഴയിടാനൊരവസരം നോക്കി കളവരമായി എന്തെങ്കിലും കഴിവിപ്പ നിന്നക്കുണ്ട നിന്നെ ചൂണ്ടി പഴി പഴി മുട്ടിക്കടി ശീലമുണ്ടോ വിരലൊരു പാടിപ്പ നിന്നെ നേരെ ചൂണ്ട നണ്ട കാറടി മണ്ണിലുറങ്ങാനിപ്പള ചെയ്യുണ്ടോ പഴി പഴി കുഴി 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 പഴി 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 കുഴി 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 പഴി പഴി മേക്ക് ദാറ്റ് പഴി your ഇന്ധനം reach to the sky be like God പിന്നെ look down and smile. അപ്പോൾ നിങ്ങൾ ഓവറോൾ ബിൽഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റീപ്ലേ മോഡിൽ ഞാൻ ഫുള്ളായിട്ട് 360 ഡിഗ്രി കറങ്ങി കാണിച്ചതായിരുന്നു. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ഇനി കറക്റ്റായിട്ട് ഇനി ഉള്ളിൽ കയറിയൊക്കെ കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം. ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ടാസ്ക് നമ്പർ 2 ആണ്. സോ ഇതാണ് നമ്മുടെ ടാസ്ക് ഹൗസ്. ഓക്കെ സോ ഇതിൻ്റെ ബിൽഡിൻ്റെ റീപ്ലേ മോഡ് ഞാൻ എടുത്തായിരുന്നു, ബട്ട് അത് റിക്കവർ ചെയ്യാൻ ഞാൻ വിട്ടു ഗൈസ്. ഞാൻ അത് ഡിലീറ്റ് ചെയ്തറിയാണ്ട്. സോ ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിലെ ബിൽഡൊക്കെ ഞാൻ റീപ്ലേ മോഡിൽ കാണിച്ചു തരാം. ഓക്കെ സോറി ഫോർ ദിസ്. സോ നമ്മുടെ ഏരിയ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് പൊങ്ങിയാണ് നിൽക്കുന്നത്. നമുക്ക് ഭാവിയിൽ ഒരു ചെറിയ റോഡ് പോലെയൊക്കെ സെറ്റാക്കിയിട്ട് റെഡി ആക്കാം. ഓക്കെ അതൊക്കെ ഫ്യൂച്ചർ തിങ്സ് ആണ്, അതുവരെ സർവേ ചെയ്യാൻ നോക്കാം. ഓക്കെ നമ്മൾ ടാസ്ക് 2, ടാസ്ക് 3, ടാസ്ക് 4, ടാസ്ക് 5, ടാസ്ക് 6, ടാസ്ക് 7, ടാസ്ക് 8 വരെ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ബിൽഡ്. അപ്പോൾ അടുത്ത എപ്പിസോഡൊക്കെ ആയിട്ട് നമുക്ക് ടാസ്കുകൾ എഴുതി വയ്ക്കാം ടാസ്ക് ബോർഡിൽ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഓവറോൾ ഇതാണ് ബിൽഡ് നമ്മൾ. ഓക്കെ സോ എങ്ങനെയുണ്ടെന്ന് ബിൽഡ് എന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടിയും പറയാം. ഓക്കെ സോ അത് അനുസരിച്ച് ഞാൻ ചെയ്യാം. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ ഓവറോൾ ബിൽഡ്. ടാസ്ക് നമ്പർ 2 കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് സക്സസ്ഫുള്ളി. സോ ഇനി നമുക്ക് ടാസ്ക് നമ്പർ 3 ആണ്. സോ ഇതാണ് ഓവറോൾ ബിൽഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്താണ്ടെന്ന് പറയാം. ഓക്കെ നമുക്ക് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ചെറിയൊരു വഴി ഇവിടെ സെറ്റാക്കണം. അങ്ങനെ ഓക്കെ 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 അങ്ങനെ പെട്ടെന്ന്. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ അങ്ങനെ വഴി സെറ്റായിട്ടുണ്ട്. ഓക്കെ ഇങ്ങനെയാണ് കറക്റ്റായിട്ട് നേരത്തെ വഴി. ഇനി ഭാവിയിൽ നമുക്ക് ചെറുതായിട്ട് ലെവലപ്പ് ഒക്കെ ചെയ്യാം. ഓക്കെ ഇത് ജസ്റ്റ് ഫോർ നമുക്കിപ്പോൾ ചെയ്തേക്കണാണ്. നമുക്ക് കുറച്ച് ഡേർട്ടൊക്കെ എടുത്ത് മാറ്റാണ്ട് ഇവിടുന്ന്, അത് നമുക്ക് ഓഫ് ക്യാമറയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ സോ ഇനി നമുക്ക് ടാസ്ക് നമ്പർ 3 ആണ്. സോ നമുക്ക് ബെഡ് ഉണ്ടാക്കണം. ഓക്കെ ഫസ്റ്റ് അയൺ അങ്ങ് എടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളും ബെഡും അപ്പുറത്താണ്, നമ്മുടെ സൈറ്റിലാണ്. സോ നമുക്ക് സൈറ്റ് വരെ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ സൈറ്റ് ഇതിനാ. ഓക്കെ അപ്പോൾ നമ്മുടെ ബെഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് എടുത്തേക്കാം. നമുക്ക് വീട്ടിൽ പോയിട്ട് അങ്ങ് അയൺ ആർമർ അങ്ങ് ഉണ്ടാക്കാം. ഓക്കെ സെറ്റ്.
സോ പെട്ടെന്ന് നടക്കാം. ഓക്കെ ഗൈസ്, വില്ലേജേഴ്സ്. അയ്യോ, നമുക്ക് നേരെ പെട്ടെന്ന് വീട്ടിൽ കയറാം, അല്ലെങ്കിൽ ശരിയാവില്ല. സോ ഇവിടെ കുറച്ച് വില്ലേജേഴ്സ് വരുന്നത് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ഈ ഏരിയയിൽ വില്ലേജേഴ്സ് സ്പോൺ ആവുന്നുണ്ട് കേട്ടോ. സോ ഇറ്റ്സ് ലിറ്റിൽ ഡേഞ്ചറസ്. ഓക്കെ, നമുക്ക് ബെഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളും കൂടി ഇവിടെ എടുത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അയൺ ആർമർ സെറ്റ് ആക്കാം. അയ്യാ, ഓക്കെ, സ്യൂട്ടപ്പ് എൻചാൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട് സക്സസ്ഫുള്ളി. ഓക്കെ, നമുക്കിനി ഇത് വിയർ ചെയ്യാം, അപ്പോഴാണ് നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആവുക. ഓക്കെ, സോ നമുക്ക് ആർമർ അങ്ങ് ഇട്ടേക്കാം. ഓക്കെ 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 ഗൈസ്, അപ്പോൾ നമ്മുടെ ടാസ്ക് നമ്പർ 3 സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടിരിക്കുക. ഓക്കെ, സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു കിടക്കാച്ച എപ്പിസോഡായിട്ട് വരുന്നവരെ അരികാത്തു. സോ നിങ്ങൾക്ക് ഹാർഡ് കോർ സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഗൈസ്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും സീരീസ് തുടങ്ങണമെങ്കിലും നിങ്ങൾ പറയാം. എനിക്കിതിൽ മോഡ് ആഡ് ചെയ്യണമെന്നുണ്ട്, ബട്ട് അത് കുറച്ച് കൂടുതൽ ഹാർഡാവും. ബട്ട് എനിക്ക് ഈ ഹാർഡ് ഒന്നാമത് ഈ സീരീസ് തന്നെ കൊണ്ടുപോകാൻ ഞാൻ നോക്കുന്നുണ്ട്. സോ ഹാർഡ് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, സോ അപ്പോൾ അടുത്തൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് വരുന്നവരെ അരികാത്തു ഗൈസ്. ഓക്കെ, ബൈ.